ഹലോ ഡിയർ ഫ്രണ്ട്സ്, ദ സ്പൈസി ഫ്യൂഷൻ എന്ന ഈ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ഹൽവയാണ്. വളരെ ഈസിയായി എങ്ങനെ നമുക്ക് വീട്ടിൽ ഗോതമ്പ് ഹൽവ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തരണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വീറ്റ് ഹൽവ റെഡിയാക്കാവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടുക. അതിലേക്ക് 6 ഗ്ലാസ്, ഏത് കപ്പിലാണോ നിങ്ങൾ മാവെടുത്തത് അതേ കപ്പിൽ 6 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഓക്കെ, ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 30 മിനിറ്റിന് ശേഷം ഇത് മുകളിലത്തെ ആ ഒരു മാവെടുക്കലും വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ അരിച്ച് മാറ്റുക. ഓക്കെ, പിന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിൽ നമ്മൾ നെയ്യിടുക. നെയ്യിട്ട ശേഷം അണ്ടിപ്പരിപ്പ് എത്ര നിങ്ങളുടെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അത് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ ഞാനിത് കൂടുതലും നെയ്യിലാണ് കേട്ടോ ഈ ഹൽവ ചേർത്തത്. ഇടയ്ക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചിരുന്ന ഗോതമ്പ് മാവുണ്ടല്ലോ, മാവെന്ന് പറയാൻ പറ്റില്ല, പാല്, ഗോതമ്പിൻ്റെ പാല്, അത് ഇതിലേക്ക് ഒഴിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇത് നെയ്യിൽ തന്നെ മൊത്തത്തിൽ ചെയ്യുന്ന കേട്ടോ നല്ലത്. പിന്നെ നെയ്യുടെ വില ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിലയുണ്ടല്ലോ നെയ്ക്ക്, നമുക്ക് വെളിച്ചെണ്ണ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ഒരു 250 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട്. 200 മുതൽ 250 ഗ്രാമിനകത്ത് ശർക്കര ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അപ്പം ഇതിപ്പോൾ ഒരു നാച്ചുറൽ കളർ ഇത് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിതിൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഗോതമ്പ് പൊടിയും ശർക്കരയും കൂടി നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ തന്നെ ഒരു നല്ല അത്യാവശ്യം ഒരു ഡാർക്ക് ബ്രൗൺ കളർ തന്നെ കിട്ടി എനിക്ക് കേട്ടോ. ഓൾമോസ്റ്റ് ബ്ലാക്ക് ഹൽവ എന്ന് ഞാൻ പറയത്തില്ല, കാര്യം ശർക്കര ഡാർക്ക് ബ്രൗൺ ആയിരുന്നു, കറുത്ത പോലത്തെ കളറല്ല. അപ്പം അത്യാവശ്യം നല്ല കളർ ശർക്കരയാണ് കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കളർ ഹൽവ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്തൊരു ഡാർക്ക് റെഡ്, ഓക്കെ, അതാക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാൻ. പിന്നെ കളർ നമുക്ക് അത്ര നല്ലതല്ലോ, അതുകൊണ്ട് ഞാനൊരിക്കലും കളറ് പ്രിഫർ ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. ഇത് തന്നെ ധാരാളമാണ്, നമ്മൾ ടേസ്റ്റ് ഉണ്ടായിരുന്നാൽ മതിയല്ലോ. പിന്നെ ഭംഗിക്ക് നിങ്ങൾ ഈ ശർക്കരയും ഗോതമ്പും ബെസ്റ്റാണ്. അത് നിങ്ങൾ അത് മാത്രം മതിയാവും നിങ്ങൾക്ക് ഒരു കളറ് കിട്ടാനായിട്ട്. പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഫുഡ് കളർ, ഇനി മഞ്ഞ മതി എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി, നല്ല മഞ്ഞ കളറ് ഹൽവ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേണ്ട എൻ്റെ ഹൽവ ഇതിങ്ങനെ കുറുക്കി വരുന്നുണ്ട്. ഞാനിതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാം ഒരു പാകത്തിനനുസരിച്ച് ഒരു 10 മിനിറ്റ് ഇടവിട്ട് നമ്മൾ കുറേശ്ശെ നെയ്യും പിന്നെ ഇടയ്ക്ക് 1-2 തവണ ഞാൻ ഇത്തിരി കോക്കനട്ട് ഓയിലും കൊണ്ട് ആഡ് ചെയ്തു. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹൽവയ്ക്ക്. പക്ഷേ ആ നെയ്യിൽ ചെയ്തെടുത്തുകൊണ്ട് അസാധ്യമായ ടേസ്റ്റും മണവുമാണ് ഹൽവ ചെയ്തപ്പോൾ കിട്ടിയത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ വിടരുത് കേട്ടോ. ചവിട്ടി പിടിച്ചാൽ അത് പിന്നെ ഒരു സ്മെല്ലും എല്ലാം മാറും, പിന്നെ ബുദ്ധിമുട്ടാകും ഹൽവ റെഡിയാക്കി വരാൻ. ഇപ്പോൾ വേണ്ട ഞാൻ ഇടയ്ക്കൊന്ന് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്തത്. അപ്പം നന്നായിട്ട് വരട്ടി എടുക്കുക. പിന്നെ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വെച്ച് ഒരു 2 മിനിറ്റിനകത്ത് ഞാൻ കട്ട് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു, കുറച്ചും കൂടെ പിറ്റേന്നായപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഇതായി. അപ്പം ഞാൻ കാണിച്ചു തരാം, അവസാനം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിപ്പം ആയിക്കൊണ്ടേയിരിക്കുന്നു, ഏതാണ്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. കളറ് കണ്ടില്ലേ, ഈ കളർ പോരെ ധാരാളം, നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ കളർ തന്നെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് കറുപ്പ് ഹൽവയെന്നല്ല, പക്ഷേ ഡാർക്ക് തന്നെയാണ്. ഓക്കെ, ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു എൻ്റെ ഹൽവ. കാര്യം ആ ശർക്കരയും കൊണ്ട് ഉരുകി കഴിഞ്ഞപ്പോഴത്തേക്ക്
ഗോതമ്പിൻ്റെ പാലും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ആ കളറ് ഇങ്ങനെ ആയി കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ കിട്ടിയത്. അതെന്താ സുഗന്ധമായിരുന്നു അറിയാം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. പിന്നെ ആ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ ഏലക്കപ്പൊടിയുടെയും കൂടെ വാസന സാധ്യമായിരുന്നു, നന്നായിട്ട് ഇരുന്നു. അപ്പോൾ ഈ ഏലക്കപ്പൊടി നിങ്ങളൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പം നെയ്യുടെയും ഏലക്കപ്പൊടിയുടെയും എല്ലാം കൂടെ ആയിട്ട് നല്ല ഇതേ കണ്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. അതിങ്ങനെ ഞാനിപ്പോൾ തടിത്തവിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ തടിത്തവി കൊണ്ട് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം വരും. അപ്പോൾ നമ്മുടെ അലുവ മൂക്കാൻ തുടങ്ങിയതിൻ്റെയാണത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കപ്പം ഇത് കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് വരട്ടുക. അലുവ കിണ്ടുന്നെന്നാ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ പറയുന്നത്. അലുവ കിണ്ടി എടുക്കുന്നു. അലുവ കിണ്ടുക എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഏതൊരു ജോലിയായാലും അതിൻ്റേതായ സമയം എടുത്ത് ചെയ്യണം. അപ്പോൾ അതേണ്ടേ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിലാണ് സെറ്റാക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ടേ നമ്മുടെ നെയ്യ് പുരട്ടി വെച്ച് ആ പാത്രത്തിലേക്ക് ആ അലുവ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ആ ഒഴിക്കുമ്പോൾ തന്നെ ഉറയ്ക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് എടുത്ത് ഒഴിച്ചു അതിന് തണുക്കാനായിട്ട് വെച്ചു. പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു, ഞാനിത് പാതിരാത്രി 1:30 മണിക്ക് ചെയ്യുന്ന സംഭവമാണിത്. അപ്പം പെട്ടെന്ന് കിടക്കുകയും ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചിട്ടേ. ഞാൻ അപ്പം തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 5 മിനിറ്റ് പോലും വെച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ചൂട് അലുവ അപ്പം തന്നെ കണ്ടില്ലേ, അലുവ സെറ്റായിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് ഞാൻ പിച്ചാത്തി കൊണ്ട് ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്യാൻ ശ്രമിച്ചു ആ ചൂടോടുകൂടി തന്നെ. പക്ഷേ എന്താ പറയുക, അപ്പം തന്നെ ഓൾമോസ്റ്റ് സെറ്റാകാൻ തുടങ്ങിയിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. അതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വായിലെടുപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു പരുവുണ്ടല്ലോ, അതുപോലെയായിരുന്നു. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നെയ്യും ഏലക്കാപ്പൊടിയും പിന്നെ അത്യാവശ്യം നട്ട്സും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നന്നായിട്ട് തന്നെ എനിക്ക് ഹൽവ കിട്ടി. നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.